റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലത്ത് വീണ്ടും വൻ സൈബർ തട്ടിപ്പ്. കൊട്ടാരക്കര പട്ടാഴി സ്വദേശിനിക്ക് 11 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. ടാറ്റ ക്യാപിറ്റൽ കമ്പനിയുടെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം യുവതിയെ സമീപിച്ചത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. AV ജയശങ്കർ നൽകും വിശദാംശങ്ങൾ. ജയശങ്കർ, തട്ടിപ്പ് വാർത്തയില്ലാത്ത ഒരു ദിവസവും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കൊല്ലത്താണ് വീണ്ടും ഒരു സൈബർ തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അതായത് ശ്രുതി, നിരന്തരം പോലീസും അല്ലെങ്കിൽ മറ്റ് ഏജൻസികളും സൈബർ തട്ടിപ്പിനെതിരെ ബോധവൽക്കരണം നടത്തുമ്പോഴാണ് വീണ്ടും ഒരു വീട്ടമ്മയായ സ്ത്രീക്ക് 11 ലക്ഷത്തിലധികം രൂപ ഇത്തരത്തിൽ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായത്. ടാറ്റ ക്യാപിറ്റൽസിന്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം ഈ വീട്ടമ്മയെ സമീപിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ പണം നിക്ഷേപിച്ചാൽ കൃത്യമായി പലിശ ഉൾപ്പെടെ നൽകാമെന്നൊരു വാഗ്ദാനം നൽകി. ആദ്യഘട്ടത്തിൽ നൽകിയ പണത്തിന് കൃത്യമായി പലിശയും ലഭിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് വീട്ടമ്മ ഈ തട്ടിപ്പ് സംഘത്തെ വിശ്വസിച്ചത്. അങ്ങനെ 11 ലക്ഷത്തിലധികം രൂപ, 11,50,553 രൂപ കൃത്യമായി വീട്ടമ്മ നൽകി. അതിനുശേഷമാണ് ഇതൊരു തട്ടിപ്പ് സംഘമാണെന്നും ഇനി ഈ പണം ഒന്നും തിരിച്ചു കിട്ടില്ല എന്നും ഈ വീട്ടമ്മയ്ക്ക് ബോധ്യപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് എന്തായാലും കൊല്ലം റൂറൽ സൈബർ പോലീസിനെ ഇവർ സമീപിച്ചത്. നിലവിൽ എന്തായാലും പോലീസ് വീട്ടമ്മയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇത്തരത്തിൽ വ്യാജമായി ഈ പണമൊക്കെ പിരിക്കുന്നതിന് വേണ്ടി എടുത്ത ഡമ്മി അക്കൗണ്ടുകളാണ്, അല്ലെങ്കിൽ വാടക അക്കൗണ്ടുകൾ വഴിയാണ് ഇത്തരത്തിൽ ഇടപാടുകളൊക്കെ നടന്നിരിക്കുന്നതെന്നാണ്. മറ്റൊരു കാര്യം പോലീസ് പറയുന്നത്, ഇങ്ങനെ ആളുകൾ നിരന്തരമായി വിളിക്കുമ്പോൾ ബോധവൽക്കരണം നടത്തുമ്പോഴൊക്കെ അതൊന്നും ശ്രദ്ധിക്കാതെ ഇത്തരം കുഴിയിൽ വീഴുന്ന സാഹചര്യം ആവർത്തിക്കുന്നു. സ്വയം ബോധവൽക്കരണം നടത്തിയാൽ, സ്വയം ഇങ്ങനെ തട്ടിപ്പ് വലയിൽ വീഴില്ല എന്ന ആളുകൾ തീരുമാനിച്ചാൽ മാത്രമേ ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാനാകൂ എന്നാണ് പോലീസ് എന്തായാലും പറയുന്നത്. പോലീസ് അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അപ്പോഴും ഈ ആളുകളുടെ ജാഗ്രതക്കുറവ്, പണത്തോടുള്ള ആർത്തിയാണ് ഇത്തരം തട്ടിപ്പുകളിൽ വീഴുന്നതെന്നാണ് പൊതുവിൽ ഈ സൈബർ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും കൊല്ലം റൂറൽ സൈബർ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 11 ലക്ഷത്തിലധികം രൂപയാണ് കൊട്ടാരക്കര പട്ടാഴി സ്വദേശിനിയായ സ്ത്രീക്ക് ഈ സൈബർ തട്ടിപ്പ് സംഘം മൂലം നഷ്ടമായത്. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലത്താണ് വൻ സൈബർ തട്ടിപ്പ് നടന്നിരുന്നത്.